നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ. ഭഗവാന്റെ തിരുവവതാരം സംഭവിച്ചു. അതിനുശേഷം കഴിഞ്ഞ പ്രഭാഷണത്തിൽ കൃഷ്ണൻ എന്നുള്ള അവതാര പുരുഷനുള്ളൊരു മുഖവുര എന്നുള്ള നിലയ്ക്കാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞത്. അതൊക്കെ അനവധി വിഷയങ്ങളുള്ളതെന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ കുറച്ച് പൂക്കളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വിതരണ മാതിരിയുള്ളൊരു കളിയാണ് കളിച്ചത്. കാരണം കൃഷ്ണാവതാരം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തപ്പലാണ്. എവിടെ നിന്ന് തുടങ്ങും, എവിടെ അവസാനിപ്പിക്കുക, എങ്ങനെ പറയുന്നൊരു ഐഡിയ കിട്ടില്ല. ഈ ക്രമത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും കഥയാവുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് പ്രശ്നം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു. ഭഗവാൻ എത്രത്തോളം സങ്കീർണമാണോ അത്രത്തോളം ലളിതമാണ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ നമ്മൾ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിക്ക് പലപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതാവും. അപ്പോൾ ഭഗവാൻ വന്ന് പൊടുന്നനെ ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങളില്ല ഓരോരുത്തരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ബോധം പോവും. പകുതി പേർക്ക് ബോധം പോവും. അപ്പം അതുപോലെയാണ് നമ്മളിതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അനുഭവം വന്നാൽ ഈ പറഞ്ഞ വാക്കുകൾക്കോ പ്രഭാഷണങ്ങൾക്കോ ഒന്നും പ്രസക്തിയില്ല. അനുഭവമാണ്. അത് എത്ര പറഞ്ഞാലും തീരില്ല. ഭഗവാന്റെ എന്താ പറയുക, ഒരു കടൽ പോലെ കിടക്കണ മഹിമകളിൽ അവരറിഞ്ഞതാണ് വ്യാസമഹർഷി എഴുതി വെച്ചത് സമാധിയിൽ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് മാത്രമൊക്കെ ഭഗവാൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ എന്ന്? 126 വർഷം ജീവിച്ച ഭൂമിയിൽ. ഇപ്പോൾ നമ്മൾ ലീലകളെന്ന് പറഞ്ഞിട്ട് ലിസ്റ്റുണ്ട്. അതിനെ തന്നെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു. ഇതല്ലാതെ എന്തൊക്കെ അദ്ദേഹം അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ടോ നമുക്ക് പറയാൻ പറ്റില്ല. അത്രമാത്രം ഗഹനാണ് ആ അവതാര കഥ. കാരണം ഇങ്ങനെ ഒരാൾ ഈ ഭൂമണ്ഡലത്തിൽ നടന്നിട്ടില്ല. ഗാന്ധിജി ശരീരം വിട്ടപ്പോൾ, അദ്ദേഹം മരിച്ചപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞൊരു പാസേജ് ഉണ്ട്. അതാ ഗാന്ധി സിനിമയുടെ തുടക്കത്തിൽ മാർക്കസ് ബട്ട്ലി, അങ്ങനെ എന്താ അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് മറന്നു, ഒരു കമൻറ്റേറ്റർ അദ്ദേഹം പറയണത് ആ ഫിലിമിലും കാണിക്കുന്നുണ്ട്. ജനറേഷൻസ് ടു കം ഇറ്റ് മേ സ്കേഴ്സ് ബിലീവ് ദാറ്റ് സച്ച് എ വൺ ആസ് എവർ ഇൻ ഫ്ലഷ് ആൻഡ് ബ്ലഡ് വാക്ക്ഡ് അപ്പോൺ ദിസ് എർത്ത്. വരുന്ന തലമുറകൾ വിശ്വസിക്കില്ല എന്ന്, ഇങ്ങനൊരാൾ മജ്ജയും മാംസവും രക്തമൊക്കെ ഉള്ളൊരു ശരീരമായിട്ട് ഭൂമിയിൽ നടന്നിരുന്നു എന്ന് വിശ്വസിക്കില്ല എന്ന് ഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കെപ്പോഴും തോന്നാറ് ഭഗവാനാണ് അത് ഏറ്റവും അന്വർത്ഥം. ഇങ്ങനെ ഒരാൾ ഈ ഭൂമിയിൽ നടന്നിരുന്നു എന്ന് വിശ്വസിക്കാനുള്ള നമ്മുടെ വിമുഖതയാണ് അദ്ദേഹത്തിനെ ഭഗവാൻ എന്നുള്ള ഫ്രെയിമിൽ മാത്രം അടിച്ചു വെക്കുന്നത്. സത്യം പറഞ്ഞാൽ കൃഷ്ണനെ മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രചോദനം അത്രമാത്രമാണ്. പ്രചോദനത്തിൻ്റെ ഒരു ഫൗണ്ടൻ ഹെഡാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാന്റെ വിശേഷമായിട്ടുള്ള ആദ്യത്തെ ലീലയായിരുന്നു പൂതനാമോക്ഷം. ഞാൻ നേരത്തെ പറഞ്ഞു, പൂതന വാസനയുടെ രൂപിയാണ്. വാസനയുടെയും ചിത്തവൃത്തിയുടെയും രൂപങ്ങളായിട്ട് നമ്മൾ ഇതിനു മുമ്പും പലരെയും കണ്ടിട്ടുണ്ട്. വൃത്രനെ മറക്കരുത്, വൃത്രനൊക്കെ അതിൽ പെട്ടതായിരുന്നു. വീണ്ടും ഈ കൺസെപ്റ്റ് ആവർത്തിക്കുകയാണ്. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഭാഷണങ്ങളിൽ എങ്ങനെയാണോ ഒരു കോർ കൺസെപ്റ്റ്, ബോധവസ്തുവാണ് എല്ലാറ്റിലും വെച്ചിട്ട് പ്രധാനം എന്നും ആ ബോധവസ്തുവിനെ നിലനിൽപ്പുള്ളൂന്നും അതേ ശാശ്വതമായിട്ടുള്ളൂന്നും അതിനെ നമ്മൾ ബ്രഹ്മെന്നും നാരായണെന്നും സദാശിവെന്നും പരാശക്തി എന്നും എന്ത് പേരിട്ട്, കൃഷ്ണനെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അതൊരൊറ്റ വസ്തുവാണ്, അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല എന്നുള്ള ആ കോർ ഐഡിയ അതിങ്ങനെ ആവർത്തിച്ചിട്ട് ഡ്രില്ല് ചെയ്ത് കയറ്റുകയാണ്. തലയുടെ ഉള്ളിലേക്ക് ഡ്രില്ല് ചെയ്ത് കയറ്റുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 9 സ്കന്ധങ്ങൾ വൃത്തിയായിട്ട് കേട്ട് കഴിഞ്ഞ ഒരാൾ രാസക്രീഡയ്ക്ക് മനസ്സ് തയ്യാറായി കാണും. 10ാമത്തെ സ്കന്ധത്തിൽ പ്രവേശിക്കുമ്പോൾ ബ്രഹ്മാനന്ദത്തിൻ്റെ രസത്തെ സ്വീകരിച്ച് അതിൽ ആറാടുക എന്നുള്ളതാണ് രാസക്രീഡയുടെ ഉദ്ദേശം. ആ രാസം, മഹാരാസം എന്ന് പറയും, രസം, ചാറ്, അതെടുത്ത് കഴിക്കുക, അതിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇത്രയും ദിവസം നമ്മൾ ചെയ്തു വന്ന കാര്യം. അപ്പോൾ ഭഗവാൻ ഗോകുലത്തിൽ ഭഗവാന്റെ ജാതകർമ്മങ്ങൾ നടക്കുന്നു. അതിനുശേഷം നന്ദൻ മധുരയിൽ ചെല്ലുന്നു. അതൊക്കെ ഞാൻ കഴിഞ്ഞതിൽ ചുരുക്കി പറഞ്ഞിരുന്നു. വേഗത്തിൽ എന്തോ ഒരു അബദ്ധം മധുരയിൽ വൃന്ദാവനത്തിൽ അമ്പാടിയിൽ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ധൃതിയിൽ പറഞ്ഞയക്കണം വസുദേവൻ നന്ദഗോപരെ ഇവിടെ വരുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചത്ത് മലച്ച് കിടക്കുന്ന ഒരു രാക്ഷസിയാണ്. പിന്നെ ഫ്ലാഷ് ബാക്കിലാണ് കഥ പറയുന്നത്, ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പൂതന വീട്ടിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ബാധിച്ചത്. തുറന്ന് കിടക്കണ വാതിലിൽ കൂടെ ഉള്ളിലേക്ക് വന്നിട്ടാണ് ബാധിച്ചത്. അതായത് വാസന എന്ന് പറയുന്നത് നമ്മൾ ആരുമായിട്ട് ഒരു ബന്ധവുമില്ലാണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ അടച്ചിരുന്നാലും നമ്മളെ വന്ന് ബാധിക്കാം. പക്ഷേ കുട്ടിയെ ഒക്കത്തെടുത്തിട്ട് പുറത്തു പോയി നിന്നപ്പോഴാണ് തൃണാവർത്തം വരുന്നത്. അതുകൊണ്ട് ആത്മവിസ്മൃതി വന്നിട്ട് കുറച്ച് നേരമെങ്കിലും പുറം ലോകത്തിൻ്റെ കാഴ്ച കാണാൻ പോയി നിന്ന് കഴിഞ്ഞാൽ
അവിടെയും കാമവും ലോഭവും ഒക്കെ ആയിട്ടുള്ള രൂപത്തിലുള്ള അസുരന്മാർ വന്നിട്ട് നമ്മളെ പിടിക്കും. കാരണം കൂടുതൽ കാഴ്ചയാണ് നമ്മളെ കൂടുതൽ അപകടത്തിലേക്ക് ആക്കണം. പണ്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങിപ്പോയാലേ ഇതിലേക്ക് എത്തുമായിരുന്നുള്ളൂ. ഇതപ്പോൾ ഈ സാധനം ഉള്ളതുകൊണ്ട് നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ബ്രഹ്മജ്ഞാനം നശിപ്പിക്കാം. അപ്പോൾ ഇതിൽ തന്നെ ഇരുന്നിട്ട് ലോകത്തിനെ മുഴുവൻ നമുക്കിത് കിട്ടാനുള്ള സൗകര്യമുണ്ട്. പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട് അതിൽ. അപ്പോൾ ദേവി ഭഗവാനെ എടുത്തിട്ട് പുറത്തു പോയി നിൽക്കണു. അപ്പോൾ ഭഗവാന് ഭാരം കൂടി വരുന്നതായിട്ട് തോന്നാൻ തുടങ്ങി. ബ്രഹ്മജ്ഞാനത്തിലെത്തുന്ന സാധകന് ആദ്യം കിട്ടിത്തുടങ്ങുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ വിഷയസുഖത്തിനോടുള്ള അല്ലെങ്കിൽ മായയോടുള്ള ഒട്ടൽ കൂടുതലായതുകൊണ്ട് ഇതൊരു വെയിറ്റായിട്ട് തോന്നാൻ തുടങ്ങും, ഒരു ഭാരമായിട്ട്. ആദ്യം ഇതിൻ്റെ സുഖം ഭയങ്കര സുഖമാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്താ വെച്ചാൽ മായയുടെ കളിയുടെ ഇതിൽ നമുക്കിതിന് ഭാരം കൂടുതലെത്തും. അപ്പോൾ എന്തെങ്കിലും കുട്ടി അവിടെ ഇറക്കി വെച്ചു. എന്നിട്ട് നിത്യജീവിതത്തിൻ്റെ കാര്യങ്ങളിലേക്ക് അടുക്കളയിൽ നോക്കാനോ എന്തിനോ പോയത്. ആ നേരത്താണ് ഈ തൃണാവർത്തൻ്റെ വരവ്. ഇങ്ങനത്തെ ചെറിയ സട്ടിലായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഈ നമ്മുടെ സാധനയിൽ വരുന്ന മിസ്റ്റേക്കുകളെ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. യശോദ ഇവിടെ നമ്മളാണ്. യശോദയ്ക്ക് ഭാരം ബ്രഹ്മജ്ഞാനം ഒരു ഭാരമായിട്ട് തോന്നുന്നത്. എങ്ങനത്തെ ഭാരം? സാധാരണ നമ്മൾ കുട്ടിക്ക് വെയിറ്റ് കൂടുന്നു, ഒക്കത്ത് വെക്കാൻ പറ്റുന്നില്ല തോന്നുമ്പോഴാണ് അതിനെ താഴെ വെച്ചിട്ട് പോണത്. ചെറിയ കുട്ടിയാണ്. അതിനെയാണ് ഈ അസുരം വന്നിട്ട് പൊടിപടലങ്ങൾ പടർത്തി കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കാമവും ക്രോധവും വന്നു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റില്ല. അതാണ് ഗോകുലത്തിൽ മുഴുവൻ പടർന്ന പൊടിപടലം. തൃണാവർത്തം വന്നിട്ട് പൊടിപടലങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല എന്നാണ് പറയുന്നത്. കാമം വന്നാൽ അങ്ങനെയാണ്, കണ്ണില്ല. ക്രോധം വന്നാലും കണ്ണില്ല. കോപം കൊണ്ട് കോപാന്ധനായി എന്നാണ് നമ്മൾ പറയുക അല്ലേ, കണ്ണ് കാണില്ല. ഇത് സംഭവിക്കും. അത് കഴിഞ്ഞ് വരുന്നു ശകടാസുരൻ. ശകടം വെച്ചാൽ ശരീരം എന്നർത്ഥം, വണ്ടി. ശരീരബോധം വരുന്ന സമയത്ത് അതിനെ കൊച്ചു കാലുകൊണ്ട് ഒരൊറ്റടിക്ക് അതിൻ്റെ പണി തീർക്കുകയാണ്. അതായത് യോഗി ശരീരബോധം വരുന്നതിനെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അടിച്ച് തകർത്ത് കളയണം എന്ന് ശകടാസുര പഞ്ചനം കൊണ്ട് അതും പഠിപ്പിക്കുന്നു. അത് ഭഗവാന്റെ, അതായത് ഈ ദേവകി അല്ല യശോദ ഭഗവാനെ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്പുറത്ത് അതിഥികൾ വന്നപ്പോൾ അവരെ ഒന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. അവരെ ഒന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പോൾ ഈ വണ്ടിയുടെ താഴെ നിഴലുള്ളതുകൊണ്ട് അവിടെ താഴെ വിരിച്ച് കിടത്തിയിട്ട് പോയി. അപ്പം നമ്മളൊക്കെയാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഒരു രീതികൾ വെച്ച് നമ്മളൊരിക്കലും കുട്ടിയെ ഒരു വണ്ടിയുടെ താഴെയൊന്നും കിടത്തില്ല. പക്ഷേ നമ്മളിപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു മരക്കൊമ്പ് കണ്ട അതിലൊക്കെ തൊട്ടിൽ കെട്ടി തൂക്കിയിട്ട് ഇട്ടിട്ട് പോകും. അവർ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഈ ബീജാപ്പൂരി ലേബറേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. കർണാടകത്തിലൊക്കെ ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്ത് അവർ ഇഷ്ടിക ചൂളുടെ സൈഡിലൊക്കെ കുട്ടിയെ എന്താ പറയുക തൊട്ടിൽ കെട്ടിയിട്ടൊക്കെ ഇട്ടിട്ട് പോകും. അപ്പോൾ വളരെ ഗ്രാമീണമായൊരു അന്തരീക്ഷമാണത്. ഭഗവാൻ അങ്ങനൊരു സ്ഥലത്തേക്കാണ് പോയത്, ലാളിത്യത്തിൻ്റെ അന്തരീക്ഷത്തിലേക്കാണ് പോയത്. കാരണം ബ്രഹ്മജ്ഞാനത്തിന് വളരാനുള്ള ഏറ്റവും നല്ല സാഹചര്യം എന്ന് പറയുന്നത് ജീവിതത്തിനെ എത്രത്തോളം ലളിതമാക്കാൻ പറ്റുമോ അതിലാണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആ കൊട്ടാരത്തിൽ തന്നെ ഭഗവാൻ വേണമെങ്കിൽ വളരാമായിരുന്നു. ഈ കംസനെ അവിടെ തന്നെ ഇരുന്നിട്ട് കൊല്ലാമായിരുന്നു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വൈകുണ്ഠത്തിൽ ഇരുന്നിട്ട് കൈയൊന്നും ഇങ്ങനെ ഠും എന്നാക്കിയാൽ കംസൻ ഡിം എന്ന് പറഞ്ഞാൽ അവിടെ തീരാം. അതൊന്നും നടത്തിയില്ലല്ലോ. അതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണെന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ജീവിതം ജീവിച്ച് കാണിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ തീരുമാനിക്കണം ഹൗ വി ഷുഡ് ലീഡ് അവർ ലൈഫ്സ് എന്നുള്ള നമ്മുടെ പ്രൊറോഗേറ്റീവാണ്, നമ്മുടെ തീരുമാനമാണ്. ഭഗവാൻ ഹി ചോസ് എ ലൈഫ് ഓഫ് സിംപ്ലിസിറ്റി. അങ്ങനെയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഇതിൽ അനവധി വിഷയങ്ങൾ വരുന്നുണ്ട്. പ്രതീകമായിട്ടും കാണാം, കഥാപാത്രമായിട്ട് കാണാം, മാനുഷികമായിട്ടുള്ള ഗുണങ്ങൾ കാണാം, ദൈവികമായിട്ടുള്ള ഗുണങ്ങൾ കാണാം. ഈ ഓരോ വധങ്ങളും, ഈ ആദ്യകാലത്തെ വധങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് ഒരു സാക്ഷാത്കാരം വന്നു. ദശമസ്കന്ധം എത്തുന്ന വ്യക്തിക്ക് സാക്ഷാത്കാരം വന്നു, പക്ഷേ സാക്ഷാത്കാരത്തിനെ നിലനിർത്തണം. അതിൻ്റെ കഥകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു വലിയ അബദ്ധം, ഭാഗവതം ഒരു സാധനാ പദ്ധതിയാണെങ്കിൽ ഈ 9 സ്കന്ധത്തിനെയും നെഗ്ലക്റ്റ് ചെയ്യും ആൾക്കാർ. 9 സ്കന്ധത്തിനെയും നെഗ്ലക്റ്റ് ചെയ്യും. മാക്സിമം വായിക്കുക ഹാ ഹൂ എന്നൊക്കെ ഉള്ളതുകൊണ്ട് നരസിംഹാവതാരം വായിക്കും. ചുറ്റൂരെണ്ണ പറയും രാവിലെ നരസിംഹാവതാരം വൈകുന്നേരമാണെങ്കിൽ രാവിലെ അദ്ദേഹം വന്നിട്ട് പറയും വൈകുന്നേരം ദേവി ആരും വെളിച്ചപ്പെടുമെന്ന് വരുത്. ചിലർക്ക് ആവേശമൊക്കെ ഉണ്ടാവും നരസിംഹം വരുമ്പോഴേ എന്നൊക്കെ പറഞ്ഞാൽ അലറിയിട്ടൊക്കെ ചാടും. അദ്ദേഹം പറയും നരസിംഹം എന്ന് പറഞ്ഞാൽ ശാന്തതയാണ്, അതുകൊണ്ട് നിങ്ങൾ ശാന്തരായിട്ടിരുന്ന് കേൾക്കണം. അത് കർമ്മത്തിനെ അഹങ്കാരത്തിനെ നശിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ആദ്യമേ രാവിലെ വന്ന് ഡിസ്ക്ലൈമർ പറയും. കാരണം എന്താ വെച്ചാൽ ചിലവർക്ക് കണ്ട്
ആവേശമൊക്കെ ഉണ്ടായിട്ട് ചാട്ടവും മറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ LKG തൊട്ടിട്ട് ഡിഗ്രി വരെ പഠിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ 9 സ്കന്ധങ്ങൾ. നമ്മൾ ആദ്യമേ കയറിയിട്ട് PG ക്ലാസ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു എത്തും പിടിയും കിട്ടില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ PG ക്ലാസ്സിലെ സിലബസ് നിറച്ച് കഥയാണ്. അതുകൊണ്ട് അതിരുന്ന് വായിക്കാമെന്ന് പറഞ്ഞിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കഥ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ മായാരൂപമാണ്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറഞ്ഞേ തന്നെ ഇരിക്കുന്നുണ്ട്. അതിലുള്ള അനുഗ്രഹവും സൂക്ഷിച്ചിട്ട് വേണം അതിനെ ഹാൻഡിൽ ചെയ്യാനും. കാരണം അത് അക്ഷരരൂപത്തിലിരിക്കുന്ന കൃഷ്ണ ആയതുകൊണ്ട് അതിന് നിശ്ചയമായിട്ട് മായാസ്വഭാവം കാണും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മായയുടെ രാജാവാണ്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് അതിന്ന് കിട്ടാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കീ വെച്ചിട്ട് ചെറിയ ചെറിയ താക്കോലുകൾ വെച്ചിട്ട് ആ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഭഗവാന്റെ ചിത്രത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങും. അത് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞ മാതിരി എനിക്കും അമ്മമാരും ഓരോരുത്തർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യുണീക്കായിട്ടുള്ള നിങ്ങൾക്കുള്ളത് എന്താണോ ഭഗവാൻ നിശ്ചയിച്ചിട്ടുള്ള ആ അറിവ് കിട്ടുക. അതിനാണ് പ്രാധാന്യം. അല്ലാണ്ട് ജനറലായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കുറേ പറയണു, ഇന്ന് നാളെ റെക്കോർഡിങ് കേട്ടു, ആ ശരത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും എൻറ്റൈറ്റിൽഡാണ്. നമ്മുടേതായിട്ടുള്ള അറിവ് കിട്ടാൻ എൻറ്റൈറ്റിൽഡ്. അതിനുള്ള സാധനാ പദ്ധതിയാണ് ദശമസ്കന്ധവും മൊത്തത്തിൽ ഭാഗവതവും. അപ്പോൾ തൃണാവർത്തൻ കൃഷ്ണനെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്ന സമയത്തും വീണ്ടും ഭഗവാൻ തൻ്റെ ഭാരത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി ഭാരം വർദ്ധിപ്പിക്കൽ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അമ്മയുടെ ഒക്കത്തിരിക്കുമ്പോഴേ മൂപ്പര് തുടങ്ങിയത് ബ്രഹ്മജ്ഞാനം വളരുകയാണ്. സത്യവ്രതൻ്റെ കയ്യിൽ കിടന്ന് മത്സ്യക്കുഞ്ഞ് വളർന്ന് വലുതാവണ വിദ്യ ഞാൻ പറഞ്ഞു. അതേത് യശോദ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഭാരം ഉണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും ഭാരം. കാമവും ക്രോധവും കൂടെ ആക്രമിക്കുമ്പോൾ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഗരിമ വളർത്തണം. അതായത് കൂടുതൽ ഉറച്ച മനസ്സോട് കൂടിയിട്ട് ഈശ്വരനിലേക്ക് ഉറച്ച് നിന്ന് കഴിഞ്ഞാലേ തൃണാവർത്തനെ വീഴ്ത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ കാമവും ക്രോധവും നമ്മളെ വിഴുങ്ങും. അതുകൊണ്ടാണ് ഭാരം കൂട്ടി എന്ന് പറയണത്. അവസാനം അവൻ്റെ ശ്വാസനാളിയിൽ പിടിച്ചിട്ട് ഞെക്കിയിട്ടാണല്ലോ അവനെ കൊല്ലുന്നത്. കഴുത്ത് ഞെക്കിയിട്ടാണ്, പ്രാണരോധനം ചെയ്തിട്ടാണ് കൊല്ലുന്നത്. അപ്പോൾ കാമത്തിനും ക്രോധത്തിനും റൂട്ടായിട്ടിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസം തന്നെയാണ്. ശ്രദ്ധിച്ചാൽ കാണാം, കാമം വർദ്ധിക്കുമ്പോഴും ക്രോധം വർദ്ധിക്കുമ്പോഴും ഒന്നുകൂടി ശ്വാസത്തിന് വ്യത്യാസം വരും. അങ്ങനെയല്ലേ വറക്കിയല്ല ആ ശ്വാസത്തിനെ രോധിക്കുക. അപ്പോൾ പ്രാണായാമത്തിൻ്റെ അഭ്യാസത്തിൽ കൂടെ ബ്രഹ്മജ്ഞാനത്തെ ഉറപ്പിച്ചോളണം. ഏറ്റവും നല്ല മാർഗ്ഗം എന്താ? ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെയിനേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കും, ഒന്ന് മാറിയിരിക്കുക, ടു ദ കൗണ്ട് ഓഫ് 100 വരെ റിവേഴ്സിൽ എണ്ണാൻ പറയും അല്ലേ. 100, 99, 98 അങ്ങനെ താഴ്ത്താം. ശ്വാസം എടുക്കുക. നമ്മൾ നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മൾ താഴ്ന്ന് നമ്മുടെ തൃണാവർത്തനെ നമുക്കങ്ങനെ കൊല്ലാൻ പറ്റും. അങ്ങനെ തൃണാവർത്തനെ കൊന്ന് രാക്ഷസൻ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുപോകണത് എല്ലാവരും കണ്ടതാണ്. പക്ഷെ കുട്ടി ജീവിച്ചു, രാക്ഷസൻ മരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സാധുസമത്വേന ഭയാദ്യമുച്യതേ. സാധുജനങ്ങൾ അവരുടെ സമതാബുദ്ധി കൊണ്ട് സകല ഭയങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കണമെന്ന്. ഇതിനെ രണ്ടർത്ഥത്തിൽ പറയാം. സാധുക്കളായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാർക്ക് രക്ഷ താനെ വരുന്നു അർത്ഥമുണ്ട്. അതിന് കുറച്ചുകൂടെ ഹയർ അർത്ഥം എടുത്താൽ എല്ലാം സമത്വമായിട്ട് എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുന്ന ആൾക്കാർക്ക് എന്താപത്തിനും മറികടക്കാൻ സാധിക്കും എന്ന് 21-ാമത്തെ ശ്ലോകം 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. അങ്ങനെ ദശമത്തിൽ മറ്റുള്ള എല്ലാ സംഭവത്തിലും ഭഗവാൻ ഒന്നുമില്ലെങ്കിൽ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം വർദ്ധിപ്പിക്കണം കാണാം, അതല്ലെങ്കിൽ ശരീരത്തിനെ വലുതാക്കണ കാണാം, ചിലപ്പോൾ ശരീരത്തിനെ കടുക് പോലെ ആക്കണ കാണാം. ഇങ്ങനത്തെ പല വിദ്യകൾ ശരീരം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ലീലകളൊക്കെ. കാളിയമർദ്ദന അടക്കം. രാസക്രീഡ വരുമ്പോൾ നൃത്തമാണ് അല്ലേ. ശ്രദ്ധിച്ചു നോക്കൂ, ഭഗവാൻ സിദ്ധികൾ കാണിക്കും. അണിമ, ഗരിമ, ലഘിമ, മഹിമ തുടങ്ങിയിട്ടുള്ള അഷ്ടസിദ്ധികളൊക്കെ കാണിക്കും. എന്തിനാത് കാണിക്കണം? സന്ദർഭത്തിനനുസരിച്ചിട്ട് മായ ഏത് രൂപത്തിൽ വന്നാലും ബ്രഹ്മജ്ഞാനത്തിനെ കൂട്ടുക കുറയ്ക്കുക തുടങ്ങിയിട്ടുള്ള സകല ആ ഒരു ഈ മിക്സർ പോലെയാണത്. ഈ മിക്സർ പോലെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓപ്റ്റിമം പിടിക്കുകയാണ്. അതിൻ്റെ കറക്റ്റ് ബാലൻസ് പിടിച്ചുകൊണ്ടുള്ള ഒരു രീതി നമുക്കതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ബ്രഹ്മഭാവം കൊണ്ട് എല്ലാത്തരം ആവരണങ്ങളും നീങ്ങിപ്പോവും. അങ്ങനെ നമുക്ക് വന്നു ഭവിക്കാവുന്ന മായയുടെ പല പല എക്സാമ്പിൾസും ആവരണങ്ങളെയും കൃഷ്ണൻ്റെ വിവിധ വധങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നു. ഈ ഓരോ അസുരന്മാർക്കും ഓരോ പ്രതീകം കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം തന്നെ അതാണ്. ഇപ്പോൾ ശകുടാസുര വധത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ആ ശരീരത്തിൻ്റെ ബോധത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് ശകുടാസുര വധം കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിലും ശരീരബോധത്തിനെ നശിപ്പിച്ചു. ആദ്യം
വാസനാരൂപത്തിലുള്ള പൂതനെ നശിപ്പിച്ചു. കാമം ക്രോധം എന്നുള്ളതൊക്കെ നമ്മുടെ സങ്കല്പം കൊണ്ടുണ്ടാവണം. നമുക്കൊരാളോടുള്ള ആകർഷണവും വികർഷണവും ഒക്കെ നമ്മുടെ സങ്കല്പം കൊണ്ടാവണം. അപ്പോൾ ശരിക്കും കാമത്തിൻ്റെയും ക്രോധത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള തൃണാവർത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ വികല സങ്കല്പമാണ്. ആ വികലമായിട്ടുള്ള സങ്കല്പത്തിനെ നശിപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ശരീരബോധത്തിനെ നശിപ്പിച്ചു കൊടുത്തു. എന്നിട്ടും യശോദയ്ക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായില്ല. യശോദയാണ് നമ്മൾ, മനസ്സിലായില്ലേ? അപ്പോൾ ആ ബോറടിക്കണം. എനിക്കൊരു ചെറിയൊരു സംശയം, ഇല്ലല്ലോ, കട്ടിയാണ്, പക്ഷെ രസമാണ്. ഇപ്പോഴുള്ള ഇതിൻ്റെ രുചി അറിയാം. ഇത് നിങ്ങൾ വീട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ സുഖം അറിയും, അപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഇങ്ങനെ ഇത്രയും എത്തിച്ചിട്ടും സാധകന് ബ്രഹ്മബോധം ഉറച്ചു നിൽക്കണില്ല എന്നുള്ള അവസ്ഥ വന്നാൽ ഭഗവാൻ ഇനി അടുത്ത ലീല കാണിക്കും. ആ ലീല എന്താ? ഒരു ദിവസം യശോദ കൃഷ്ണനെ മടിയിൽ വെച്ചിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടിയിട്ട് മുല കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുല കുടിച്ച് കഴിഞ്ഞു. ആ സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ മുല കൊടുക്കുമ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കും, ഇനി കവിളിൽ ഉമ്മ കൊടുക്കും, പാല് തുടച്ചു കൊടുക്കും. അങ്ങനെ സ്നേഹിച്ച് നോക്കും. അമ്മയ്ക്ക് എത്ര തന്നെ വയസ്സുണ്ടെന്ന്. അമ്മയും കുട്ടിയാണ്. അമ്മയ്ക്കും വലിയ കുട്ടിത്തം വിട്ടിട്ടില്ല യശോദയ്ക്ക് ശരിക്കും ആ കാലത്ത്. അപ്പോൾ അതിനോട് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഭഗവാൻ ഒന്ന് കോട്ടുവായിട്ട്, ആദ്യത്തെ തവണ കോട്ടുവായിട്ടപ്പോൾ അച്ചോ പറഞ്ഞിട്ട് നോക്കി. ആ നോക്കം രണ്ടാമതൊരു കോട്ടുക കുറച്ചുകൂടെ വായങ്ങോട്ട് പൊളിച്ചിട്ടങ്ങോട്ട് ഇട്ടുന്ന. ആ സമയത്ത് ഭഗവാന്റെ വായിൽ ആകാശം, അന്തരീക്ഷം, ജ്യോതിർമണ്ഡലങ്ങൾ, ദിക്കുകൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു, സമുദ്രം, ദ്വീപുകൾ, പർവ്വതങ്ങൾ, അതിൽ നിന്നൊക്കെ ഒഴുകി വരണ നദികൾ, വനങ്ങൾ, എന്തൊക്കെയുണ്ടോ ഈ പ്രപഞ്ചത്തിൽ അത് മുഴുവൻ സമസ്ത പ്രാണികളെയും തന്നെയും തൻ്റെ മടിയിൽ കിടന്ന് കോട്ടുവായിടണ ഭഗവാനെയും കണ്ടു. എങ്ങനെയാണോ വാമനൻ്റെ രൂപത്തിൽ മഹാബലി കണ്ടത്, എങ്ങനെയാണോ വിശ്വരൂപത്തിൽ അർജുനൻ കൃഷ്ണനിൽ സമസ്ത വസ്തുക്കൾ കണ്ടത്, അതേപോലെ ആദ്യം കൃഷ്ണാവതാരത്തിൽ ആദ്യം തൻ്റെ വിശ്വരൂപ സ്വഭാവം കാണിച്ചു കൊടുക്കുന്നത് അവിടെയാണ്. ഇങ്ങനൊരു അലൗകിക കാഴ്ച കുട്ടിയുടെ വായയുടെ ഉള്ളിൽ കണ്ടതുകൊണ്ട് യശോദ ഭയന്ന് വിറച്ച് തൻ്റെ കണ്ണടച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് 37-ാമത്തെ ശ്ലോകത്തിൽ. അതായത് നമ്മൾ ബ്രഹ്മത്തിൻ്റെ ചിന്തയിൽ ഉറച്ചു നിന്ന് വരുന്ന ആ പ്രക്രിയയാണ് ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്നത്. ഇത് നാളെ രുക്മിണിയായിട്ട് വരും. ഈ ബ്രഹ്മാകാര വൃത്തി നമുക്ക് വർദ്ധിക്കെ എന്തിലും ബ്രഹ്മത്തെ കാണുന്ന ശീലം വർദ്ധിക്കെ ശുഗമഹർഷി പരീക്ഷത്തിൻ്റെ അടുത്ത് വിഹംഗഗതി എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഞാൻ 1-ാമത്തെ ദിവസമോ 2-ാമത്തെ ദിവസമോ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മജ്ഞാനം ശരിക്ക് എൻലൈറ്റൻമെൻറ്റ് എന്ന് പറയണത് വരുന്നത് നമ്മളിങ്ങനെ കാത്തിരുത്തപ്പോൾ വരും 1 2 3 അങ്ങനെയല്ല വരിക, ടപ്പ് എന്ന് പറഞ്ഞിട്ട് വരും. അതിനെ വിഹംഗഗതി, പക്ഷി പറക്കണ മാതിരിയാണെന്ന്. ഇങ്ങനെ ഇരുന്ന പക്ഷി പെട്ടെന്ന് അങ്ങോട്ട് ചിറകടിച്ചിട്ട് അങ്ങോട്ട് പറന്നു പോകണ മാതിരിയാണ് ഈ സംഭവിക്കുക. അത് എപ്പോൾ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. യശോദയ്ക്ക് അതിൻ്റെ ഫസ്റ്റ് ഗ്ലിംസാണ് കിട്ടിയത്. ഇതേ വിഷയം അർജുനൻ വൈകുണ്ഠത്തിനോടടുക്കുമ്പോൾ സന്താനോപാലത്തിൽ സംഭവിക്കും. അർജുനൻ പേടിച്ച് പറയും. ബ്രഹ്മബോധം വരാൻ പോകുമ്പോൾ, എൻലൈറ്റൻമെൻറ്റ് വരുന്നതിന് മുമ്പ് എത്ര വലിയ സാധകനാണെങ്കിലും അകം കിട്ടും. കാരണം ശരീരബോധം പൂർണ്ണമായിട്ട് നശിക്കുകയാണ്. അപ്പോൾ ഞാൻ മരിക്കുകയാണോ എന്ന് പെട്ടെന്ന് തോന്നിപ്പോവും. ആ മായ ഫുൾ കട്ടാവുമ്പോൾ ഒരു പടച്ചിൽ വരും. ഇതാണ് രമണ മഹർഷി പശുവിനെ അടക്കുമ്പോൾ പറഞ്ഞത്, എത്ര വലിയ സന്യാസിയാണെങ്കിലും അവൻ്റെ മനസ്സ് പടയ്ക്കും എന്ന് പറയാൻ കാരണം മരണം വരും. കാരണം മിഥ്യാമരണബോധമാണ് വരുന്നത് ഈ സമയത്ത്. അതുകൊണ്ട് യശോദ കണ്ണടച്ച് കളഞ്ഞു. അങ്ങനത്തെ ജ്ഞാനത്തിനെ, ഗ്ലിംസ് ആയിട്ട് വരുന്ന ജ്ഞാനത്തിനെ പ്രമാജ്ഞാനം എന്ന് പറയും. ആദ്യം കിട്ടുന്ന, അതായത് ഫസ്റ്റ് ഗ്ലിംസാണ്. നമ്മളൊരു പ്രൈമർ എന്ന് പറയില്ലേ, ഒരു പ്രൈമറാണ്. ആ പ്രൈമർ കിട്ടി. അത് വന്നപ്പോൾ അതിൻ്റെ, അതായത് ഈ പ്രമാജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു വസ്തു എന്താണോ അത് അതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ കാണുക. നമ്മൾ പറയും നിൻ്റെ തനിനിറം എനിക്കിപ്പോഴാണ് മനസ്സിലായതെന്ന്. ഈ മടി കിടക്കണതിൻ്റെ തനിനിറം ആദ്യമായിട്ട് കണ്ടത് അപ്പോഴാണ്. തനിനിറം കണ്ടപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല നമുക്ക്, അതുകൊണ്ട് കണ്ണടച്ച് കളഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ അവളെ വിസ്മൃതിയിലാക്കി കണ്ടതെന്നാണ് നമ്മൾ പറയുക. യശോദയ്ക്ക് ഓർമ്മയുണ്ടായില്ല. പിന്നെ അത് വാസ്തവത്തിൽ നമ്മൾ തന്നെ അൺകോൺഷ്യസ്ലി നമ്മളെ സ്വയം മറപ്പിക്കും. മായയുടെ സ്വഭാവം അതാണ്. എനിക്കത് ഓർക്കാൻ ഇഷ്ടമില്ല എന്നല്ലേ നമ്മൾ പറയുക. എന്തെങ്കിലും നമുക്ക് ഓർക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ കിടുങ്ങിപ്പോയി, ഇത് ആരോടും പറയുന്നുമില്ല യശോദയ്ക്ക് മാത്രമേ ഇത് കാണാൻ. കാരണം യശോദ സാധനാരൂപിണിയാണ്, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ യശോദയെപ്പോലെ ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവുന്നവർ അപൂർവമാണ്. അത് തന്നെ ആദ്യാനുഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഭഗവാൻ എന്നാലും ഈ വിധത്തിലുള്ള ദിവ്യദൃഷ്ടികൾ അനവധി പേർക്ക് കൊടുത്തിട്ടുണ്ട്, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ തന്നെ എന്നിട്ടൊന്ന് നോക്കും,
ഇവൻ എന്നെ ഒക്കുമോ, ഇവൻ എന്നെ താങ്ങാൻ പറ്റുമോ അതൊരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ വിശ്വരൂപ ദർശനം വേണമെങ്കിൽ അനന്യമായിട്ടുള്ള ഭക്തിയും പൂർണ്ണമായിട്ടുള്ള ശരണാഗതിയും ഉണ്ടാവണം. അതിലേക്ക് യശോദയെ വളർത്തിക്കൊണ്ട് പോക്കും ഈ വാസനകളെ നശിപ്പിക്കലും പാരലായിട്ട് നടക്കും. ഇതിൽ പുതിയ 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 അനുഭവങ്ങൾ വരും. അതിനനുസരിച്ച് നമുക്ക് പുതിയ പുതിയ വിഗ്രഹങ്ങളും വരും സാധനയിൽ. അതാണ് ഭഗവാൻ വളരുന്നതിനനുസരിച്ച് കൂടുതൽ അസുരന്മാർ ഓരോ ടൈപ്പാണ് വന്നുകൊണ്ടിരിക്കണം അല്ലേ ഒന്നിനു. അപ്പം നമ്മൾ പുതിയ അനുഭവങ്ങൾക്ക് നേരെ ചെല്ലുമ്പോൾ ആ അനുഭവങ്ങളെ സ്വീകരിക്കാൻ പലപ്പോഴും നമ്മുടെ പഴയ ശീലങ്ങൾ നമ്മളെ സമ്മതിക്കില്ല. മനസ്സ് തുറന്ന് അനുഭവത്തിനെ സ്വീകരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ശരത്ത് ഇങ്ങനെ പറഞ്ഞു, മറ്റേ ആചാര്യൻ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അത് തലയിലോടി, ആ റീല് പോയി, അതോടെ ഇത് കിട്ടിയതും പോയി, അതും പോയി, അതിലുള്ള വിശ്വാസവും പോയി, ഇതിലുള്ള വിശ്വാസവും പോയി. പിന്നെ അത് അടുത്ത് കഴിഞ്ഞിട്ട് അടുത്തൊരാൾ ശരത്ത് അങ്ങനെയല്ലോ പറഞ്ഞു, മറ്റേ ആളും ഇങ്ങനെയല്ല പറഞ്ഞു, ഇയാളെന്ന് ഇങ്ങനെ പറഞ്ഞു, അത് മൂന്നാമത്. അപ്പോൾ അതോടെ കംപ്ലീറ്റ് കൺഫ്യൂഷനായി. താടക നമ്മളെ ബാധിച്ചു. അപ്പോൾ ഇത് സംഭവിക്കുന്നത് കൊണ്ട് പുതിയ അനുഭവങ്ങൾക്ക് മുന്നിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ പഴയ ശീലങ്ങളെ കളഞ്ഞിട്ട് പോകാൻ നമ്മുടെ മനസ്സിൻ്റെ ചില ഒട്ടലുകൾ കാരണം സാധിക്കില്ല. സകല നിശ്ചയങ്ങളിൽ നമുക്ക് ദൂരെ കളയേണ്ടി വരും. ഭഗവാന്റെ അനുഗ്രഹത്തിനെ മാത്രം ജീവിതത്തിന് ആധാരമാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ മാത്രം ഒട്ടാവൂ, വേറെ ഒന്നിലും ഒട്ടരുത്, ഒരു ധാരണയിലും ഒട്ടരുത്, ഒരു ഫിലോസഫിയിലും ഒട്ടരുത്, ഒരു തരം മതപദ്ധതിയിലും ഒട്ടാതെ പോകുന്നതാണ് ശരിയായിട്ടുള്ള സനാതന ധർമ്മത്തിൻ്റെ പദ്ധതി. ഇതൊരു മതമല്ല, ഇതൊരു മതമേ അല്ല, ഇതൊരു ജീവിതമാണ്. എങ്ങനത്തെ ജീവിതം? ഈ ജീവിക്കുന്നത് അസ്ഥിരമാണെന്നും നമ്മുടെ യഥാർത്ഥ ബോധം എന്നുള്ളത് നമ്മുടെ ബോധവസ്തുവാണെന്നും അറിയുന്നത്. ഇപ്പം മിനിങ്ങാന്ന് ഞാൻ UK സ്റ്റേറ്റ്സ്മാൻ പത്രത്തിൻ്റെ ഞാൻ പണ്ട് അതിൽ എഴുതിയിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് ഇപ്പോഴും ഈ ഫീഡുകൾ വരും, അവരുടെ പ്രസ് റിപ്പോർട്ട്. അപ്പോൾ എംബാർഗോഡ് സ്റ്റോറി എന്ന് പറയും. ഗവൺമെൻറ് ചില വിഷയങ്ങളെ ആദ്യം അറിയിക്കാൻ സമ്മതിക്കില്ല, വർഷങ്ങളോളം അതിനെ സീൽ ചെയ്ത് വെക്കും. പക്ഷേ എംബാർഗോഡ് സ്റ്റോറികൾക്ക് ആക്സസ് ഉള്ള ജേർണലിസ്റ്റുകൾ ഉണ്ടാവും. നമുക്കൊക്കെ പ്രസ് പാസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിന്ന് കിട്ടണം. ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി എഴുതിയിരുന്നു ഒരു കാലത്ത്. അപ്പോൾ ഈ എഴുതുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു പത്രക്കുറിപ്പ് വന്നു. കാരണം ലോകത്തിൽ ആദ്യം ഇൻ്റർനെറ്റിൽ കൂടെ സ്പർശനം, ടച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കണ്ടുപിടിച്ചത് പാലക്കാട്ടുള്ള നമ്മുടെ ഒരു ബന്ധുവാണ്, പ്രൊഫസർ കേശവദാസ് തേങ്കുറിശ്ശി. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ബഫലോയിലെ ഇപ്പോഴത്തെ സീനിയർ ഹെഡാണ്, എൻ്റെ ഒരു കസിനായിട്ട് വരും. അപ്പോൾ അത് ആദ്യം റിപ്പോർട്ട് ചെയ്തത് അന്ന് ഞാനായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ 3-4 കണ്ടുപിടുത്തങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വന്നൊരു സംഭവമാണ് 83-ൽ US ആർമി കണ്ടുപിടിച്ചു അത്രേ, മനുഷ്യൻ്റെ ബോധം ഒരിക്കലും മരിക്കുന്നില്ല എന്ന്. മനുഷ്യൻ്റെ ബോധം ഒരിക്കലും മരിക്കുന്നില്ല എന്ന് കണ്ടുപിടിച്ചത് എംബാർഗോ കഴിഞ്ഞിട്ട് 3 ദിവസം മുമ്പാണ് അവർ റിലീസ് ചെയ്തിരിക്കുന്നത്. 83-ലത്തെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ റിലീസ് ചെയ്തിരിക്കുന്നു. 41ഓളം വർഷം കഴിഞ്ഞിട്ടാണ് അവർ അത് റിലീസ് ചെയ്തിരിക്കുന്നത്. അരനൂറ്റാണ്ടിൻ്റെ അടുത്തായപ്പോഴാണ്. അപ്പോൾ സായിപ്പ് പറഞ്ഞതുകൊണ്ട് ഇനി ആൾക്കാർ ബ്രഹ്മം എന്നൊരു വസ്തു ഉണ്ടെന്ന് അംഗീകരിച്ചോളും. ഈ ബോധവസ്തു എന്ന് പറഞ്ഞിട്ട് ആയിരക്കണക്കിന് യുഗങ്ങളായിട്ട് ഇവിടെ ആചാര്യന്മാർ കിടന്ന് കരഞ്ഞു വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തലേ കയറില്ല. പക്ഷേ ഇനി സായിപ്പ് പറഞ്ഞുകൊണ്ട് അത് കിട്ടിക്കോളും. കാരണം സങ്കല്പശക്തി കൊണ്ട് എന്തും നേടാമെന്ന് ശ്രീസൂക്തം പുഷ്പാഞ്ജലി വരെ കഴിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് പോലും അതിൻ്റെ അർത്ഥം അറിയില്ല. എന്നാൽ റോണ്ട ബയറിൻ്റെ ദ സീക്രട്ട് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചിട്ട് യൂണിവേഴ്സിനോട് താങ്ക് ചെയ്യുന്നു, എന്താ പറയുക, വിഷ്വലൈസ് ചെയ്യുന്നു, ആ ടെക്നിക്ക് പഠിക്കുന്നു, ഈ ഇത് മുഴുവൻ ഇവിടെ ഉണ്ട്, ഇത് മുഴുവൻ ഇവിടെ തന്നെയുണ്ട്, ഇത് മുഴുവൻ എഴുതി വയ്ക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ വ്യാഖ്യാനങ്ങളും ലഭ്യമാണ്. പക്ഷെ ആർക്കും പഠിക്കാൻ വയ്യ. സായിപ്പ് പറഞ്ഞാൽ അത് ക്ലാസ്സായി. അപ്പോൾ ഇവിടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ ബോധവസ്തുവാണെന്നുള്ള ഒരൊറ്റ ബോധമേ നമുക്ക് ആവശ്യമുള്ളൂ. അത്രയും ലളിതമാണ്, അത്രയും ലളിതമായിട്ടൊരു കൺസെപ്റ്റാണ്. പക്ഷേ അത് ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, എൻ്റെ ഒരു സായിപ്പ് സുഹൃത്തുണ്ട്, ഡിസൈനർ. അങ്ങേര് എപ്പോഴും പറഞ്ഞൊരു വാചകമാണ്, ഇറ്റ് ഈസ് ഈസി ടു ബി കോംപ്ലിക്കേറ്റഡ് എന്ന്. വളരെ എളുപ്പമാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തും പറയാൻ. സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ വളരെ കഷ്ടമാണ്. അത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറഞ്ഞില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സിന് എന്തും കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നതിനോടാണ് ആരാധന കൂടുതൽ. ഇവിടെ ഭഗവാൻ വളരെ ലളിതമായിട്ട് ചെയ്ത് കാണിച്ച കാര്യങ്ങളാണ്. ആ ലളിതമായിട്ട് ചെയ്ത് കാണിച്ച കാര്യങ്ങളെ നമ്മുടെ ജീവഭാവത്തിനെ കളഞ്ഞിട്ട് ഭഗവാന്റെ ഭാവത്തിനെ പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യണത്? അദ്ദേഹത്തിലേക്ക് നമ്മുടെ സ്വഭാവങ്ങളെ കുത്തിക്കയറ്റിയിട്ട് നമ്മൾ ആ രൂപസങ്കല്പത്തെ പോലും നശിപ്പിക്കണം. ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് ഞാൻ അപ്പുറത്ത് മമ്മിയൂർ പോയില്ലെങ്കിൽ ശിവൻ ദേഷ്യപ്പെടില്ലേ? ശിവനെ തൊഴാണ്ട് ഞാൻ ശിവനെ തൊഴിട്ട് ഗുരുവായൂരപ്പനെ തൊഴാണ്ട് പോയാൽ ഗുരുവായൂരപ്പൻ കണ്ണൂരിട്ടില്ലേ? ഇതൊക്കെ മനുഷ്യൻ്റെ പ്രശ്നമാണ്. നമ്മൾ ഈ വീട്ടിൽ കയറിയിട്ട് അപ്പുറത്തെ വീട്ടിൽ കയറിയില്ല എന്നുള്ള പരാതി പറഞ്ഞത് മനുഷ്യനാണ്.
ഭഗവാൻ ഈ വിഷയമൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഭഗവാൻ ഈ വഴിപാട് ചെയ്താണ്, ഇത്തവണ പോയപ്പോൾ ഭഗവാനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഭഗവാൻ എന്നെ ശപിക്കുമോ സാറേ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ആൾക്കാർ. ഭഗവാനിൽ നമ്മൾ നമ്മുടെ ഗുണങ്ങളെ ആരോപിച്ചിട്ട് ആരാധിക്കുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ കൂടുതൽ മായപ്പെടുകയും ചെയ്യും. അത് ചെയ്യരുത്. നമ്മൾ ഭഗവാന് വെണ്ണ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വെണ്ണ എൻ്റെ മനസ്സാണ് ഭഗവാനെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഗ്രേസ് എന്ന് പറയണത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഭഗവാന് വെണ്ണ ഇഷ്ടമാണ്, വെണ്ണ ഇഷ്ടമാണ്, വെണ്ണ ഇഷ്ടമാണ്, അത് നന്ദിനിയുടെ വെണ്ണ ഇഷ്ടമുള്ളൂ, മിൽമയുടെ വെണ്ണ ഇഷ്ടമല്ല. ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഇന്നവിടുത്തെ വെണ്ണ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ എന്നൊക്കെ ചില ക്ഷേത്രങ്ങളൊക്കെ ഇപ്പോൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുപോലുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഭേദഭാവന എന്തിനാ ഭഗവാനിലേക്ക് അടിച്ചു കയറ്റുന്നത്? അത് ശുദ്ധബോധ വസ്തുവാണ്. ആ ശുദ്ധബോധ വസ്തുവാണെന്നുള്ളത് ഭഗവാന്റെ ഓരോ 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 ലീലയിലും കാണിക്കണം. ഇപ്പം മനസ്സിന് വലിയ ശക്തി കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, മനസ്സിനെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്ന വിഷയങ്ങളുള്ളവർ നല്ലോണം വെണ്ണ നിറഞ്ഞിട്ടുള്ളൊരു കുടത്തുനിന്ന് വെണ്ണ എടുത്ത് കഴിക്കണ ഉണ്ണിയുടെ പടം ദിവസം കണി കാണാൻ പാകത്തിനോ അല്ലെങ്കിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ സ്ഥിരം നടന്നു മാറിപ്പോകുന്ന വഴിയിലോ എവിടെയെങ്കിലും ഒന്ന് സ്ഥാപിക്കുക എന്ന് പറയും ജ്യോതിഷത്തിൽ. വളരെ വിശേഷമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനഃശക്തി വർദ്ധിക്കും. വെണ്ണ നോക്കൂ, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ചന്ദ്രമാ മനസ്സോ ജായതാം എന്നാണ്. ചന്ദ്രൻ എന്നാണ് മനസ്സ് ജനിക്കുന്നത്. ചന്ദ്രൻ എന്നുള്ള കൺസെപ്റ്റ് എന്നാണ് മനസ്സ് ജനിക്കണമെന്ന് പുരുഷസൂക്തം പറഞ്ഞു. ആ ചന്ദ്രവംശത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത്. ഭഗവാന്റെ പേരേ കൃഷ്ണചന്ദ്രൻ എന്നാണ്. അപ്പം രാമൻ ആത്മാവും കൃഷ്ണൻ മനസ്സുമാണ്. രാമൻ സൂര്യനാണ്, സൂര്യവംശത്തിലാണ് ജനിച്ച്. സൂര്യൻ എപ്പോഴും സൂര്യൻ ആത്മാവാണ്. രാമൻ ശിവനാണ്, കൃഷ്ണൻ നാരായണനാണ്. ഇതൊക്കെ അല്ലെങ്കിൽ രാമൻ എന്താ പറയുക പുരുഷനാണെങ്കിൽ കൃഷ്ണൻ പ്രകൃതിയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞിട്ടല്ലോ നമുക്ക് ഒരുപാട് ക്ലാരിറ്റികൾ ഒരു പുസ്തകത്തിൻ്റെ സഹായം ഇല്ലാണ്ട്, ഒരു ഡിസ്കോഴ്സിൻ്റെ സഹായം ഇല്ലാണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ തെളിഞ്ഞു വന്നു കഴിയും. അപ്പോൾ ഭഗവാന്റെ ഈ ലീലകളെയൊക്കെ നിരോധ ലീലയാണെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ചിട്ട് പറയാനായിട്ട് ശുഖമഹർഷി കുറച്ച് സമയം ചെലവഴിക്കുന്നുണ്ട്. അവിടെ ആ ഗർഗൻ്റെ വരവും നാമകരണവും അമ്മയ്ക്ക് വായിൽ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നതും വീണ്ടും ഈ മണ്ണ് കഴിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരണം. അപ്പോൾ ഗർഗൻ ഒരു ദിവസം വളരെ രഹസ്യമായിട്ട് കംസൻ അറിയാണ്ടാണ് നന്ദൻ്റെ വീട്ടിൽ വരുന്നത്. ഗർഗമഹർഷിക്ക് അറിയാം ഈ ജനിച്ചിരിക്കുന്നത് പരമാത്മാവാണ്. നന്ദഗോപരുടെ വീട്ടിൽ വരേണ്ട ആവശ്യം അദ്ദേഹത്തിനില്ല. ഹീസ് എ റോയൽ ഗുരു. ആ റോയൽ ഗുരു ആയിട്ടുള്ള ആൾ എന്തിനാണ് ഇവിടെ വന്നത്? റോയലിലും വെച്ച് റോയലായിട്ടുള്ള ആൾ ഇവിടെ ജനിച്ചുകൊണ്ടാണ്. എന്നിട്ട് വരണത് എന്തിനാ? അദ്ദേഹത്തിന് ഞാനാണ് ആ എന്താ പറയുക നാമസംസ്കാരം ചെയ്യേണ്ടതെന്നുള്ള ബോധമുള്ളത് കൊണ്ട് തന്നെ വരണം. പക്ഷേ മഹാഗുരുക്കന്മാർ വരുമ്പോൾ അവരായിട്ട് അവരുടെ ആഗ്രഹം പറയില്ല, നമ്മൾ അറിഞ്ഞത് മനസ്സിലാക്കി പറയണം. നന്ദഗോപർക്ക് ആ ഔചിത്യം ഉണ്ടായിരുന്നു. നന്ദഗോപർ പറഞ്ഞു, അങ്ങ് ഇവിടെ വന്നത് പരമഭാഗ്യം. സ്വീകരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 2 മക്കളുണ്ടായിട്ട് ആ മക്കൾ അവർക്കുള്ള നാമസംസ്കാരം ചെയ്യണമെന്ന് പറയുമ്പോൾ പറയും, ഞാൻ യാദവകുലത്തിൻ്റെ ആചാര്യനാണ്. കംസൻ അറിയേ ഞാൻ ഇവർക്ക് നാമകരണം ചെയ്താൽ കംസന് സംശയം ജനിക്കും. അപ്പോൾ അല്ലെ കംസൻ ഇപ്പോൾ ആ കാലത്ത് നന്ദഗോപർക്കറിയില്ല ഇത് വസുദേവൻ്റെ കുട്ടിയാണെന്നൊന്നും. കംസൻ നാട് നീളെ കഴിഞ്ഞ ആഴ്ചകളിൽ ജനിച്ച കുട്ടികളെ കൊല്ലാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇനി ഞാനിവിടെ വന്നു എന്ന് വെച്ചാൽ ഇനി ഈ കുട്ടികളെ ശത്രുത വിചാരിച്ച് കൊന്നു കഴിഞ്ഞാൽ അതെനിക്ക് വലിയ സങ്കടമാവും. അതുകൊണ്ട് നമുക്ക് വലിയ ആർഭാടമൊന്നും ഇല്ലാണ്ട ചടങ്ങ് നടത്താം. അങ്ങനെ ഒരു വനപ്രദേശത്തേക്ക് പോയിട്ട് വളരെ മിതമായിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ടാണ് ഭഗവാന്റെ പേരിടുന്നത്. നോക്കൂ, അതിലർത്ഥം എന്താ വെച്ചാൽ ഭഗവാന്റെ നാമം ഭഗവാന് വീഴേണ്ടത് ഏകാന്തതയിലാണ്, ജപം വരേണ്ടത് ഏകാന്തതയിലാണ്, ബഹളത്തിലിരുന്നിട്ടല്ല നാമം കുറിക്കേണ്ടത്. നാമം ജപിച്ചു തുടങ്ങും കഴിവതും ഏകാന്തതയിൽ വേണം എന്നുള്ളതുകൊണ്ടാണ് ഗർഗൻ പറയണത്. അതായത് വാസനാരൂപമായിട്ടുള്ള മായ ജപത്തിന് വിഘ്നം ഉണ്ടാക്കും. അതാണ് കംസൻ അറിയും, കംസൻ്റെ ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞു. അത് ഏകാന്തതയിൽ പോയിട്ട് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ കഴിവതും മെൻ്റൽ സോളിറ്റ്യൂഡ് ഉണ്ടാവണം. ആ ഏകാന്തതയ്ക്കും ഒരു വ്യാഖ്യാനമുണ്ട്. നമ്മൾ കരുതുന്ന ഏകാന്തത പറഞ്ഞത് ആ ശബ്ദം ഈ ശബ്ദം അതൊന്നൊരു വിഷയമല്ല. മനസ്സിനെ നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ അതാണ് ഏകാന്തത. എൻ്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ല, അവിടെ എപ്പോഴും ശബ്ദവും ബഹളമാണ്, ആൾക്കാർ ടി വി വയ്ക്കണം, കുട്ടികൾ പാട്ട് വയ്ക്കണമെന്നൊക്കെ നമ്മൾ പരാതി വരും. നമുക്ക് വേണമെങ്കിൽ ഏത് ബഹളത്തിലിരുന്നിട്ടും നമുക്ക് ഭഗവാനെ ജപിക്കാനും സാക്ഷാത്കാരം. അപ്പോൾ മനസ്സിൻ്റെ മൗനമാണ് മൗനവ്രതം. മനസ്സിൽ കിട്ടുന്ന ഏകാഗ്രതയാണ് യഥാർത്ഥ ഏകാന്തത. അതിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പലരും മൗനവ്രതമാണെന്ന് പറഞ്ഞിട്ട് കടലാസിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഗുരുവായൂരൊക്കെ തന്നെ ഞാനങ്ങനെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും അനുഭവത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ അങ്ങനത്തെ നാമം കൊണ്ട് കാര്യമില്ല. അതിനുശേഷം ഗർഗൻ ഏകാന്തത്തിൽ കുട്ടികളുടെ നാമസംസ്കരണം ചെയ്യും. രോഹിണിയുടെ പുത്രൻ രാമനെന്നും ബലം കൂടുതലുള്ളതുകൊണ്ട് ബലഭദ്രനെന്നും മറ്റേ പുത്രൻ കൃഷ്ണവർണ്ണനായിട്ട് കാണുന്നത് കൊണ്ട് അവന് കൃഷ്ണനെന്നും പേരിടുന്നു എന്ന് പറയും. അങ്ങനെ ഗുണകർമ്മങ്ങളെ കൊണ്ട് നിൻ്റെ ഈ കുട്ടിക്ക് 1, 2 നാമമൊന്നും അല്ല എന്നൊരു ഡിസ്ക്ലെയിമറും കൂടെ പറയും. ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുതസ്യതേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോജന എന്നാണ് പറയണത്. 12:50 നിർത്താനാട്ടോ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആചാര്യ. അല്ല, ഞാൻ പറയണമല്ലോ, സ്വാമി തിരുമേനിക്ക് അറിയണം. ഗുണകർമ്മങ്ങളെ കൊണ്ട് നിൻ്റെ കുട്ടിക്ക് അനവധി നാമരൂപങ്ങളുണ്ട്. അതായത് സഹസ്രനാമങ്ങളും ലക്ഷനാമങ്ങളും ഒക്കെ ഇവനുണ്ട്. അതിലേറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു നാമം അവന് കൊടുത്തു എന്നേ ഉള്ളൂ. ഈ ഒരു നാമം കൊണ്ട് മാത്രമേ അവനെ വിളിക്കാൻ പാടുള്ളൂ എന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞു വെച്ചു. ഇങ്ങനെ ഗൂഢാർത്ഥത്തിൽ ജഗത്തിന് എത്രത്തോളം നാമവും രൂപമുണ്ടോ അതൊക്കെ ഭഗവാന്റെ ആണെന്നറിയാം. അതാണ് ഈ നാമസംസ്കരണത്തിൻ്റെ ഭാഗം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ബ്രഹ്മത്തിന് സ്വതവേ ഒരു നാമോ ഗുണമോ ഇല്ല. അതിനെ നമ്മൾ ഒരു നാമോ ഗുണമോ കൊടുത്തിട്ട് നമ്മുടെ മനസ്സിന് മനസ്സിലാക്കാൻ പറ്റുന്ന പാകത്തിനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിക്കാവുന്ന പാകത്തിന് ആക്കി നമ്മൾ മാറ്റുന്നു. നമുക്ക് നെല്ല് അങ്ങനെ പറിച്ചെടുത്തിട്ട് ചവച്ച് തിന്നാൻ പറ്റില്ലല്ലോ. നെല്ല് കുത്തി അത് ഉമി കളഞ്ഞ് അതിൻ്റെ അരിയെടുത്ത്, അല്ലെ വേണമെങ്കിൽ ഇനി പച്ചരി കഴിക്കാൻ പറ്റാത്തവർക്ക് പുഴുങ്ങി എന്തൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാം. അതുപോലെ ബ്രഹ്മത്തെ ഒറ്റയടിക്കെടുത്ത് ചവയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. മാത്രമല്ല അതേ സമയത്ത് ഈ യശോദയ്ക്കും രോഹിണിക്കും ഈ കുട്ടികളാണെങ്കിൽ ഭയങ്കര വികൃതിയായിട്ടാണ് വളർന്നു വരുന്നത്. അവർക്ക് ബാക്കി കാര്യങ്ങളിൽ ശ്രദ്ധ പോകുമ്പോൾ ഇവർ ഈ കുട്ടികളെ മറക്കും. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. നമ്മൾ എത്ര ഈശ്വരങ്ങൾ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചാലും നമ്മുടെ പ്രാരബ്ധം നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ കുട്ടികളെ നോക്കാൻ മറക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത പോലെ ഈ ബ്രഹ്മാകാര വൃത്തിയിൽ നിന്ന് നമ്മൾ വിട്ടുപോകുന്നതായിട്ട് പറയുന്നു. അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് എന്താ പറയുക, ഈ കുട്ടി ഓരോ തരം വികൃതികൾ കാണിക്കണതിൻ്റെ പരാതികളൊക്കെ യശോദരെടുത്ത് വരുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ബലരാമൻ വന്നിട്ട് പറയും, അമ്മ ഇത് കണ്ണൻ മണ്ണ് വരി തിന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴാണ് വായ തുറന്ന് നോക്കിക്കുന്നതും. അപ്പോൾ വീണ്ടും വിശ്വരൂപദർശനം. അപ്പോൾ രണ്ടാമത്തെ ഗ്ലിംസ് അവിടെ വന്നു. അപ്പോൾ കുറച്ച് നേരം കൂടെ സസ്റ്റെയിൻഡായി അത് യശോദയ്ക്ക്. പക്ഷെ ഭഗവാൻ അത് വീണ്ടും മറച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് പ്രസിദ്ധമായിട്ടുള്ള ഈ ഉലൂകല ബന്ധനം വരുന്നത്. ഉലൂകല ബന്ധനം ശരിക്കും ദാമോദര ലീല എന്ന് നമ്മൾ പറയും. ആ ദാമോദര ലീലയുടെ പ്രാമുഖ്യം എന്ന് പറഞ്ഞാൽ കയറുകൊണ്ട് കെട്ടപ്പെട്ട ഉദരത്തോട് കൂടിയവൻ എന്നാണ് നമ്മൾ സാധാരണ പറയുക. പക്ഷേ വാസ്തവത്തിൽ ദാമോദര ശബ്ദത്തിൻ്റെ അർത്ഥം പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ വയറ്റിൽ ധരിച്ചവെന്നാണ്. ആ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ വയറ്റിൽ ധരിച്ചിട്ടുള്ള ബ്രഹ്മത്തിനെ സാധകരായിട്ടുള്ള നമ്മൾ ചുരുങ്ങിയ രൂപങ്ങളിൽ ഒതുക്കാൻ നോക്കണം. 2 മുഴം കയറുകൊണ്ട് നടക്കുമോ? നടക്കില്ല. നമ്മൾ കരുതുന്നു ഒരു ഘട്ടം എത്തുമ്പോൾ സ്വായത്തമാകുമ്പോൾ ഈശ്വര സാന്നിധ്യം നമുക്ക് സ്വായത്തമായി കിട്ടുമ്പോൾ നമുക്ക് പിന്നെ തോന്നുന്നത് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് നടക്കേണ്ട എന്തോ ഒരു വസ്തുവാണ് ഈശ്വരൻ എന്ന് കരുതിയിട്ട് അതിനെ അടിക്കാനും ചീത്ത പറയാനും കാര്യസാധ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നോക്കും. ആ നോക്കുന്ന സമയത്ത് നമ്മളതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ നോക്കും, പിടിച്ച് കെട്ടാൻ നോക്കും. ആ പിടിച്ച് കെട്ടാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ആ കയറിൻ്റെ നീളം കുറച്ചുകൊണ്ടേയിരിക്കും. എത്ര കയറ് നീളം കൂട്ടിയാലും അത് കുറച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ സ്നേഹത്തോട് കൂടിയിട്ട് കെട്ടാൻ പോയി കഴിഞ്ഞാൽ ഒന്നും പ്രതീക്ഷിക്കാണ്ട്, അതാ ദാമോദര ലീലയിൽ പറയുന്നുണ്ട്, യശോദയ്ക്ക് നാണക്കേട് തോന്നാൻ തുടങ്ങിയെന്ന്. ഗോപസ്ത്രീകളൊക്കെ നോക്കിയൊക്കെ വേർപ്പൊക്കെ തുടച്ചിട്ട് ഇതിനെ കെട്ടിയിട്ട് കിട്ടില്ലല്ലോ. അമ്മയുടെ പാരവശ്യം കണ്ടിട്ട് സങ്കടം തോന്നിയിട്ട് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ണാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ നോക്കിയിട്ടൊന്ന് അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെയാണത്രേ അത് കൂട്ടിക്കെട്ടാൻ പറ്റിയത്. ആ സമയത്തുള്ള ഭഗവാന്റെ ആ ഭാവം, കരഞ്ഞു കലകിയ കണ്ണുകൾ, കൺമഷിയൊക്കെ വെച്ച് തേച്ച് ആകെ നിൽക്കണ ആ കൃഷ്ണനെ അവിടെ കെട്ടിയിട്ട് കുറച്ചു നേരം അവിടെ കിടക്ക് നീ എന്നും പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയ യശോദ പോകണം നോക്കി നിൽക്കുന്ന ആ കണ്ണനെ എല്ലാവരും മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. അതായത് നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് നമ്മുടെ സകല വൃത്തികളെയും നമ്മൾ കയറുകൊണ്ട് കെട്ടിയാലേ ആ ബ്രഹ്മത്തെ അവിടെ നിർത്താൻ പറ്റുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മനസ്സ് പല വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. വികൃതി പിടിച്ച കണ്ണനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നോടും. അപ്പം നമ്മൾ ആ മനസ്സിനെ പിടിച്ച് ഒരു ഇതിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം. ആ സമയത്ത് ദൂരെ വന്ന് ബലഭദ്രനും കൂട്ടുകാരും നിൽക്കുമ്പോൾ വളരെ യാചനയോടുകൂടി കണ്ണിൽ എന്നെ ഒന്ന് അഴിച്ചു വിടുമോ എന്നുള്ള ഭാവത്തിൽ നോക്കും. എന്നാൽ ദുരഭിമാനം സഹിക്കണമില്ല, ചോദിക്കാൻ പറ്റുന്നില്ല ഏട്ടനോട്. അപ്പോൾ അവർക്കൊന്ന് അഴിച്ചു വിടണമെന്നുണ്ട് ഇതിനെ, എന്നാൽ അത് സാധിക്കണമില്ല. കുറച്ച് നേരമൊക്കെ അവർ കാത്തു നിന്നു.
അമ്മ വന്ന് അഴിച്ചു വിടണമെന്നും കാണാനില്ല. പിന്നെ മെല്ലെ നാടകമൊക്കെ കണ്ടു നിന്ന സഭ, കാഴ്ച കണ്ടു നിന്ന സഭ പിരിയാണ്. ഗോപസ്ത്രീകൾ അവരവരുടെ വീടുകളിലേക്ക് പോയി, കുട്ടികൾ കളിക്കാൻ പോയി, ബാക്കിയുള്ള ഗോപന്മാർ അവരുടെ വഴിക്ക് പോയി. അവിടെ ആ ഉച്ചനേരത്ത് ഒറ്റയ്ക്ക് വെയിലത്ത് ഒരു ഉരലിൽ കെട്ടി ആരും ഇല്ലാതെ പരബ്രഹ്മം ഏകാന്തനായിട്ട് അവിടെ കണ്ണ് കലങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ. പുരന്ദരദാസൻ എഴുതിയില്ലേ, ജഗതോദ്ധാരണ അടിസിതള യശോദയെന്ന്. ജഗത്തിനെ ഉദ്ധരിക്കണവൻ യശോദയുടെ കൂടെ മുറ്റത്ത് മണ്ണ് കളിക്കണു. അഥവാ യശോദ അവൻ്റെ കൂടെ കളിക്കണു, അപ്രമേയനായിട്ടുള്ള അവൻ്റെ കൂടെ യശോദ കളിക്കണു. ആ ജഗതോദ്ധാരണം എന്നുള്ള കീർത്തനം ഇങ്ങനെ പഠിച്ചാൽ തന്നെ നമുക്ക് ഭഗവാന്റെ ഒരു സ്വരൂപം എന്താണെന്ന് ശരിക്കും മനസ്സിലാവും. പമ്പൻ എന്ന് പറയുന്ന കന്നഡയിലെ ആദ്യ കവികളിൽ ഒരാളാണ് അദ്ദേഹം മഹാഭാരതം എഴുതിയപ്പോൾ അത് തൻ്റെ ഗുരുനാഥനായിട്ടുള്ള വ്യാസരായർക്ക് സമർപ്പിക്കാൻ പോയി. ആ വ്യാസരായർക്ക് സമർപ്പിക്കാൻ പോയ സമയത്ത് കാലഘട്ടത്തിനൊക്കെ വ്യത്യാസമുണ്ട് തോന്നും. കേട്ടിട്ടുള്ള കഥ ഇങ്ങനെയാണ്. സമർപ്പിക്കാൻ പോയപ്പോൾ പുരന്ദരദാസൻ അവിടെ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ പമ്പൻ ഈ ഭാരതം മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ വ്യാസരായ സ്വാമികൾ ചോദിച്ചു, പ്രഹ്ലാദൻ്റെ അവതാരമാണെന്നാണ് പറയുക വ്യാസരായരെ. അദ്ദേഹം തന്നെ വീണ്ടും ജനിച്ചതാണ് രാഘവേന്ദ്ര സ്വാമികളെന്നാണ് ദ്വൈത സമ്പ്രദായത്തിൽ വിശ്വസിക്കുന്നത്. വ്യാസരായർ കൃഷ്ണദേവരായരുടെ ഗുരുനാഥനുമായിരുന്നു. അദ്ദേഹം വലിയ സിദ്ധികളുള്ള ആളായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ട് കൃഷ്ണ നീ ബേഗനെ ഭാരോ എന്നുള്ളത് എഴുതിയത് വ്യാസരായ സ്വാമികളാണ്. അദ്ദേഹം ഹനുമാനെ ഒരു പാറപ്പുറത്ത് പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിത്രം വരയ്ക്കും അത്രേ. വരച്ചിട്ട് പൂജ കഴിക്കാൻ പോകുമ്പോൾ ഹനുമാൻ അതിൽ നിന്ന് ഉണ്ടായിട്ട് ചാടിപ്പോകുന്നു. അത്ര സങ്കല്പശക്തിയാണ്. അതുകൊണ്ട് ഒരു യന്ത്രം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വരച്ചു വെച്ചു ചാടിപ്പോകാണ്ടിരിക്കാൻ. അത് ഇന്നും കാണാം. ഹംപിയുടെ അടുത്ത് പോയാൽ യന്ത്രോദ്ധാരക ഹനുമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രം കാണാം. അത്ര ശക്തനാണ് വ്യാസരായർ. ഈ ഭാരതം മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോൾ പുരന്ദരനോട് പറഞ്ഞു അത്രേ, നീയും കേട്ടതല്ലേ, നിൻ്റെ അഭിപ്രായം ഒന്ന് പറയാമെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ എന്താ അഭിപ്രായം പറയാനാണ്, ഇത്രയും മഹത്തായിട്ടുള്ളൊരു കൃതി എഴുതിയിട്ടില്ല, ഞാനൊന്നും പറയാനില്ല. അല്ല എന്നാലും നീ പറയണം പറഞ്ഞു. അപ്പോൾ പാടിയതാണ് ജഗതോദ്ധാരണ എന്നുള്ള ഈ കീർത്തനം പാടിയത് അങ്ങനെയാണെന്ന്. അപ്പം ഒറ്റയ്ക്ക് നിൽക്കണ ഭഗവാൻ മെല്ലെ ഈ ഉരലൊന്ന് വലിച്ചു നോക്കി, നീങ്ങുന്നുണ്ട്. ആദ്യം അങ്ങനെയാണല്ലോ, ടെസ്റ്റ് ചെയ്ത് നോക്കും. ഒരു സൈഡാണ് വലിച്ചു നോക്കിയത്. അപ്പോൾ വലിയുണ്ട്. കുറച്ചുകൂടെ വലിച്ചു. അപ്പോൾ അത് ഉരലങ്ങനെ അങ്ങോട്ട് മറിഞ്ഞങ്ങോട്ട് വീണു. ആ വീഴുമ്പോൾ മുതുകത്ത് തട്ടാതെ ഒന്ന് വളച്ചു നിന്നു. അതങ്ങനെ ഇത് പെട്ടെന്ന് അങ്ങോട്ട് വീണു. പിന്നെ അതിങ്ങനെ ചെണ്ട ഉരുളണ മാതിരിയാണല്ലോ ഉരുളണം. അതും വലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം എങ്ങോട്ടാണ് നടക്കേണ്ടത്, ഏത് ഡയറക്ഷനിലേക്കാണ്. വീടിൻ്റെ നേരെയല്ല നടന്നത്, നേരെ ഓപ്പോസിറ്റായിട്ടുള്ള സ്ഥലത്ത് 2 മരങ്ങളിങ്ങനെ ചെറിയൊരു ഗ്യാപ്പുമായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ നേരെ നടക്കണത് അപ്പുറത്ത് കളിച്ചുകൊണ്ട് നിൽക്കണ കുട്ടികൾ കണ്ടു. അതാ കണ്ണൻ എങ്ങോട്ടോ നടക്കണു, ഇത്രയും വലിയൊരു ഒരലിനെയും വലിച്ചുകൊണ്ട് ഇവരെങ്ങനെയാണ് നടക്കണത് എന്ന് അത്ഭുതപ്പെട്ടിട്ട് ഇവർ നിൽക്കുമ്പോൾ ആ മര്യാദയ്ക്ക് മരത്തിൻ്റെ അപ്പുറത്ത് കൂടെ പോയാൽ മതി. അത് 2ൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടെ കാല് കവച്ച് വെച്ച് അപ്പുറത്ത് കടന്ന് ആ ഒരലിനെ വലിക്കാൻ തുടങ്ങി. അപ്പോൾ മരങ്ങൾ അതിനനുസരിച്ച് കുലുങ്ങാനും തുടങ്ങി. കുലുങ്ങി ഒറ്റ വലിച്ചു വന്നത് ഈ മരങ്ങൾ 2ഉം തായ്വേരോട് കൂടിയിട്ട് പറഞ്ഞു. തായ്വേരോട് കൂടാണ്ട് വേര് പൊട്ടിയാൽ മോക്ഷം കിട്ടില്ല. അതുകൊണ്ട് അർജുനവൃക്ഷങ്ങളായിട്ട് നിൽക്കുകയാണ് നളഗോപരും മണിഗ്രീവരും. 2 യക്ഷന്മാരാണ്, വേരൻ്റെ സന്തതികളായിരുന്നു. അവർ നാരദനെ മാനിക്കാണ്ട് സ്ത്രീകളുടെ കൂടെ ക്രീഡിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് ശപിച്ചതായിരുന്നു. നാളെ ഒരു കാലത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞു. അതിനൊക്കെ ഒരുപാട് ആധ്യാത്മിക അർത്ഥങ്ങളുണ്ട്. നളഗോപര മണിഗ്രീവന്മാരും നമ്മുടെ ഉള്ളിലുള്ള വാസനകളാണ്. ആ ഭഗവാൻ അവർക്ക് 2 പേർക്കും മോക്ഷത്തെ കൊടുത്തപ്പോൾ ആ മരങ്ങളുടെ ഉള്ളിൽ നിന്ന് അവർ 2 പേരും വന്നിട്ട് ഭഗവാനെ അങ്ങനെ അങ്ങോട്ട് തൊഴുതു നിന്നു. ഈ ചെറിയ കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നോക്കുക. ആ ചെറിയ ആ ബാലഭാവം വിടുന്നില്ല ഭഗവാൻ ആ സമയത്തും. എന്നെ എന്തിനാ ആരാ വന്ന് തൊഴണത് എന്ന് പറഞ്ഞിട്ടാണ് നോക്കണത്. ഏതോ ഒരു ഉൾപ്രേരണ കൊണ്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്യണത്. അവർ നിന്നിട്ട് അവരുടെ ഒരു സ്തുതിയുണ്ട്. അപ്പോൾ ഈ 2 ദിവ്യപുരുഷന്മാർ ഈ മരങ്ങളുടെ അകത്തുനിന്ന് ഉയർന്നു വരുന്നത് ഈ കുട്ടികൾ ദൂരെ നിന്ന് കണ്ടിട്ട് അത്ഭുതപ്പെടുക. അപ്പോൾ ഈ മരങ്ങൾ മറിഞ്ഞ് വീണ ശബ്ദം കേട്ടിട്ട് പല ഭാഗത്തുനിന്നും ആൾക്കാർ ഓടി വരും. യശോദ നോക്കുമ്പോൾ കെട്ടിയിട്ട സ്ഥലത്ത് കുട്ടിയെ കാണാനില്ല. ശബ്ദം കേട്ട് ഓടി വരുമ്പോൾ അമ്മമാർക്ക് കുറ്റബോധം വരുമല്ലോ, പൊട്ടി കരയാൻ തുടങ്ങി. നോക്കുമ്പോൾ കാണുന്നത് മരങ്ങൾ മറിഞ്ഞു കിടക്കണു. അതിൻ്റെ നടുക്ക് ആകാശത്തേക്ക് നോക്കി നിൽക്കണ ഉണ്ണിയാണ് കാണുന്നത്. കുട്ടികൾ കണ്ടിരുന്നു ഈ 2 ദിവ്യപുരുഷന്മാർ വന്നത്. അപ്പോൾ യശോദ ഓടി വന്ന് കുട്ടിയെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെയോ അവ്യക്തമായിട്ട് 2 ആൾക്കാർ എന്നൊക്കെ പറയുന്നുണ്ട്. കുട്ടി എന്താ കുട്ടി പറയണമെന്ന് ആർക്കും മനസ്സിലായില്ല. ആ ഭഗവാന്റെ ശരീരത്തിലെ പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് തൻ്റെ സാരി തലപ്പോണ്ട് അതിൻ്റെ കണ്ണൊക്കെ തുടച്ച് അതിനെ നിർത്തുക. തെരുതരേ ഉമ്മ കൊടുത്ത് തുളത്തിട്ട് സങ്കടപ്പെടേണ്ട കേട്ടോ. അപ്പോൾ ഭഗവാൻ ആ അമ്മ വന്ന് എടുത്തപ്പോൾ അങ്ങോട്ട് സങ്കടം സഹിക്കാൻ പോയി അങ്ങോട്ട് തുളത്തങ്ങോട്ട് അമർന്ന് കിടന്ന് വിങ്ങി പൊട്ടുകയാണ്. കാരണം എന്താ വെച്ചാൽ തിരിച്ചാ സ്നേഹം കിട്ടുകയാണല്ലോ. അങ്ങനെ ആ നടക്കണ സമയത്താണ് അപ്പോഴും ഇത്രയും വലിയൊരു കാര്യം സാധിച്ച ആ ഭഗവാനെ
അത്ഭുതത്തോടെ ഈ പിള്ളേർ നോക്കി നിൽക്കണമെന്ന്. അവർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അവർ കണ്ടതാണിത് മുഴുവൻ. അവർ പറഞ്ഞിട്ടാണ് ഗോപന്മാർ ഈ ലീല നടന്നത് അറിയണത്. അതുകൊണ്ടാണ് ഒരു ജ്ഞാനി, ഒരു സാധകൻ ബ്രഹ്മം ചെയ്യുന്ന ലീല കാണാത്തത് മറ്റ് സാധകന്മാർ കണ്ടിട്ടുണ്ടാവും. യശോദ കണ്ടില്ല. യശോദ അതിന് നിമിത്തമായി എന്നേ ഉള്ളൂ. യശോദയ്ക്ക് ആ ലീല കാണാനുള്ള സമയമായിട്ടില്ല. ഈ നളഗോപ മണിഗ്രീവന്മാരുടെ മോക്ഷം എന്ന് പറയുന്നത് കാണുന്നത് മറ്റ് സാധകരായിട്ടുള്ള കുട്ടികളാണ്. യഥാർത്ഥ സാധകർ മിണ്ടില്ല. അവരിൽ ചിലർ കണ്ടത് മിണ്ടിയില്ല, ചിലർ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കണം. ഉച്ചയ്ക്ക് ശേഷം ബാക്കി പറയാം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ദാമോദര ഗുരുവായൂരപ്പ സർവേശ്വര സ്വാമിയേ ശരണമയ്യപ്പ.